പിന്നീട് ആ യാത്രയിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ഒരു പിന്നീട് എൻ്റെ പ്രവർത്തനം ഏകദേശം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ വിഷൻ മീഡിയ കോപ്പറേറ്റീവ് സൊസൈറ്റി, അത്തരം പ്രവർത്തനങ്ങൾ, അതിനിടയിൽ എൻ്റെ അടുത്ത് വളരെ പെട്ടെന്ന് പിന്നെ പാർട്ടി ചിന്തയുടെ ചുമതല ഏറ്റെടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ചിന്ത പബ്ലിഷേഴ്സ്. ഞാൻ ആദ്യമൊക്കെ ഒന്ന് മടിച്ചു. പിന്നെ അത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളൊക്കെ തന്നെ മുടങ്ങും. ഞാൻ ISRO നിന്ന് വിട്ടാൽ തന്നെ ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഒരു സ്ഥലത്ത് കുടുങ്ങുമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഞാൻ. പക്ഷെ അങ്ങനെയല്ല, അത് ഏറ്റെടുത്തേ പറ്റുള്ളൂ, വലിയ പ്രശ്നമില്ല, നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റികളൊക്കെ നടക്കും, അതിനൊന്നും തടസ്സമല്ല എന്നൊക്കെ ഒരു ഉറപ്പ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2005 ചിന്തയുടെ ചുമതല ഏറ്റെടുക്കുന്നുണ്ട്. ഞാനത് ചുമതല ചെല്ലുമ്പം ചിന്ത ഒരു വർഷം 10-30 പുസ്തകം ഇറക്കുന്ന ഒരു ചെറിയ സ്ഥാപനമാണ്. അത് പൊളിറ്റിക്കൽ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ മാർക്കറ്റിൽ വെക്കാൻ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടണം തീരുമാനിച്ചു. ഒപ്പം തന്നെ EMS ഒക്കെ സ്വപ്നം കണ്ടിട്ടുള്ളത് പോലെ പണ്ടേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് എല്ലാ വായനക്കാർക്കും പറ്റുന്ന അത്തരം സീരിയസ് ആയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുവരണം. വലിയ നോവലും കവിതയൊക്കെ ആവാം. അപ്പോൾ അത് വെച്ചിട്ട് നോവല്, ബാലസാഹിത്യം, വൈജ്ഞാന സാഹിത്യം, പിന്നെ ലോക ക്ലാസിക്കുകൾ, ശാസ്ത്ര പുസ്തകങ്ങൾ, ഇങ്ങനെ പല നിരകളിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് അതിന് തുടക്കത്തിലൊക്കെ ഒരു കൺവെൻഷനായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുള്ളവർ തന്നെ അതിനെ എതിർക്കും സ്വാഭാവികമായിട്ട്. അതൊന്നും ആവശ്യമില്ല, അതൊക്കെ ഒരു പാർട്ടിയുടെ സാധനമാണ്, പാർട്ടി ലിറ്ററേച്ചർ മാത്രമേ ആവശ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരുടെ ഒരു സംഗതി മാറുമ്പോഴുള്ള പ്രശ്നമുണ്ടല്ലോ. ആ മാറ്റത്തിനെയൊക്കെ തന്നെ വലിയ എതിർപ്പ് വന്നിട്ടുണ്ട് അതിനകത്ത്, അന്ന് ആവശ്യമില്ല എന്നുള്ള നിലയിൽ. പക്ഷെ പാർട്ടി പൂർണ്ണമായി അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതിൻ്റെ ഒരു സ്വതന്ത്രമായിട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിനകത്തുനിന്ന് ഞാൻ അവിടെ ഇടപെട്ടിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ, വേൾഡ് ക്ലാസിക്കൽ നോവലുകൾ, ട്രാൻസ്ലേഷൻസ്, പിന്നെ വിജ്ഞാന വർഷം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 100 പുസ്തകം അനൗൺസ് ചെയ്തിട്ട് അത് 125 വരെ 30 വരെ പോയിട്ടുണ്ട്. അതിനിയും കൂടുമായിരുന്നു. ചിലപ്പോൾ അതൊരു പിന്നെ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ പഠിക്കാൻ പറ്റുന്ന 100 വിഷയങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തത്. ആ പുസ്തകങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ സഹായം ചെയ്തിട്ടുള്ള നമ്മളുടെ കവി T. ഗോപിയാണ്. ഗോപി ഇപ്പം മരിച്ചു. ഗോപിയാണ് ഇങ്ങനൊരു ആശയം പറയുന്നത്, ജസ്പോട്ടാ നമുക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കണം. അപ്പോൾ നമ്മളപ്പം തന്നെ ഒരു വ്യത്യസ്ത നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് കുറേ വിഷയങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അടുത്തേക്ക് പുതിയ ഒരു ടീമിനെയും കൂടി ഞാൻ അതിനകത്ത് കൊണ്ടുവന്നു. നമ്മളെ പിന്നെ ഷിജു ഏലിയാസ്, രാജേഷ് ചെറപ്പാട് ഒക്കെ വന്നു, സത്യൻ വന്നു, കുറച്ചാണ് PP സത്യൻ വന്നു. അങ്ങനെ പിന്നെ ഭാസ്കരേട്ടൻ്റെ ലീഡർഷിപ്പുണ്ട്. അങ്ങനെ ബാലസാഹിത്യം കൊണ്ടുവരുന്നു. അപ്പോൾ ഈ വിജ്ഞാന വർഷം എന്നുള്ള പുസ്തകം വളരെ പോപ്പുലറായിട്ട് ഹിറ്റായി. നോവലുകളൊക്കെ ധാരാളം വന്നു. അങ്ങനെ ചിന്തയുടെ പിന്നെ ബുക്ക് സ്റ്റോളിൽ കയറിയ ദേശായന ബുക്ക് ഹൗസുകളിൽ ധാരാളം മറ്റ് പുസ്തകങ്ങളുണ്ട് എന്നുള്ളൊരു ഇത് വരികയും മാർക്കറ്റിൽ അന്ന് DC കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ കിട്ടുന്നത് ചിന്തയായിരുന്നു. മാതൃഭൂമിയായിട്ടാണ് മാതൃഭൂമിയും നമ്മൾ തമ്മിലായിരുന്നു ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മൾ കോമ്പറ്റ് ശ്രമിച്ചത് പിന്നെ DC-യോടാണ്. കെട്ടിലും മട്ടിലും ഒക്കെ തന്നെ DC ഉപയോഗിക്കുന്ന പേപ്പർ തന്നെ നമ്മൾ വരുത്തി അതിൻ്റെ നല്ല പ്രിൻറ്റിങ് പ്രസ്സിൽ പിന്നെ അച്ചടിച്ചു, അതിൻ്റെ എണ്ണം കൂട്ടി. പിന്നെ അത് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളൊരു പിന്നെ ബുക്ക് ലൈബ്രറി, പിന്നെ ഹോം ലൈബ്രറി സ്കീം തുടങ്ങി. 5000 രൂപയുടെ പിന്നെ സ്കീമിൽ ചേർന്നാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. ഓരോ വർഷവും ഇത്ര രൂപയുടെ പുസ്തകം, എനിക്കൊന്ന് 5000 രൂപ സ്കീമിൽ ചേർന്നാൽ 1500 രൂപ പുസ്തകം, എന്താണ് കൃത്യമായിട്ട് ഓർമ്മയില്ല, 1500 രൂപ പുസ്തകം കിട്ടും. സ്കീം അവസാനിപ്പിച്ചിട്ട് 5-6 വർഷം കഴിയുമ്പോൾ ഈ സ്കീം തീരുമ്പോൾ നിങ്ങൾക്ക് 5000 രൂപയുടെ പുസ്തകം കിട്ടും. അപ്പോൾ ആകെ 5000 രൂപ അടച്ചാൽ വർഷം. അപ്പോൾ ഗൾഫിലൊക്കെ ധാരാളം ആൾക്കാർ പിന്നെ നമ്മളെ സംഘടനകളൊക്കെ തന്നെ സഹായിച്ചിട്ട് NG യൂണിയൻ, KSTA, അങ്ങനെ പാർട്ടിയുടെ തീരുമാനപ്രകാരം ധാരാളം വായനക്കാർ അതിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് പുസ്തകങ്ങളുടെ എണ്ണം കൂടി. അപ്പം അങ്ങനെ സ്വരൂപിച്ചിട്ടുള്ള
ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ പുസ്തകങ്ങൾ ഇറക്കി. ചിന്തയ്ക്ക് കെട്ടിടമൊന്നുമില്ലായിരുന്നു. ദശാമാനിയുടെ ഒരു വരാന്ത പോലുള്ള സ്ഥലത്താണ് ചിന്ത വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തമായൊരു കെട്ടിടം വേണം എന്നുള്ളൊരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ AKGSൻ്റെ തൊട്ട് താഴെ ആണ് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അത് മഹള അസോസിയേഷനും ചിന്തയും കൂടി യോജിച്ച സ്ഥലം മേടിച്ച് എനിക്കൊന്നൊരു 4 നിലയിൽ വരുന്ന ഒരു കെട്ടിടമാണ്. അതുകൂടാതെ സ്റ്റോറേജിൻ്റെ അടിയിൽ വേറെ സ്റ്റോറേജ് ഉണ്ട്, സ്റ്റോറ് ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ ആർക്കിടെക്ട് ശങ്കറാണ്, ഹാബിറ്റാറ്റ് ശങ്കറാണത് അത് ഡിസൈൻ ചെയ്തത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകശാല ഉണ്ടാക്കി. അത് ഒരു കുറേ വർഷം ഞാൻ എൻ്റെ ചില ആക്ടിവിറ്റികളൊക്കെ ചിലപ്പോൾ കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് ചിന്തയിൽ തന്നെ ഇരിക്കുമ്പം ചിലപ്പോൾ പെട്ടെന്ന് ഫിലിം ഫെസ്റ്റിവൽ വിളിച്ചാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല, പോയാൽ തന്നെ അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ജൂറിയായിട്ട് ആൾക്കാർ വിളിക്കും, ഫെസ്റ്റിവൽ വിളിക്കും, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഇവിടെ ഞാൻ തന്നെ എല്ലാ ദിവസവും നോക്കണം, വേണ്ടി ചെക്കപ്പ് ഇടണം, കാര്യങ്ങൾ നോക്കണം, എഡിറ്റോറിയൽ പണി നോക്കണം, ഇതെല്ലാം പണികളുണ്ടാവും. എങ്കിലും ഒരു 10-11 വർഷം കൊണ്ട് ഞങ്ങളൊരു വലിയ ടീം അതിൻ്റെ ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വരുത്തി. അവരുടെ ഒപ്പം തന്നെ ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു ടീമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് നൽകിയ പ്രധാനപ്പെട്ട പാഠം എന്ന് വെച്ചാൽ, നമ്മളൊരു കൃത്യമായ പദ്ധതി ഇട്ട് കൃത്യമായ സംഗതി നടത്തുന്നതിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാവില്ല. പൊതുവെ ആൾക്കാർ പറയുന്നത് എന്താണ്, പാർട്ടി ആൾക്കാർ പറയുന്ന പുസ്തകങ്ങൾ അടിക്കുന്നത്, അവരുടെ പാർട്ടിക്കാർ പറഞ്ഞാൽ സ്വാധീനം ഉണ്ടെങ്കിലേ അടിക്കുള്ളൂ. അങ്ങനെ ഒരു സ്വാധീനം ചെലുത്തലും ഒരു ഇടപെടലും എൻ്റെ 11 വർഷത്തെ സമയത്തുണ്ടായിട്ടില്ല. ആരെങ്കിലും ഒരാളുടെ ഇന്ന പുസ്തകം ഇന്നയാൾ അടിക്കണമെന്നൊന്നും പാർട്ടി നമ്മളത് പറഞ്ഞിട്ടില്ല. നമ്മളൊരു കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ടി പറഞ്ഞ ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കമ്മിറ്റി ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ തീരുമാനിച്ചിട്ട് ഏതാണ് യോഗ്യതയുള്ളത് അത് അടിച്ചാൽ മതി. വേറെ ആൾക്കാർ പലരും വന്ന് പറയും, അത് പിണറായി പറഞ്ഞു, കോടിയേരി പറഞ്ഞു, എൻ്റെ പുസ്തകം അടിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചയക്കുകയും ചെയ്യും. ചിലരൊക്കെ അങ്ങനെ വന്ന് പറയും, ഞാൻ ഇന്ന ആളാണ്, എൻ്റെ പുസ്തകം ഞാൻ അടിക്കണം. ചിലരൊക്കെ നമ്മൾ പുസ്തകം റിജക്റ്റ് ചെയ്തപ്പോൾ അവർ പാർട്ടി സെക്രട്ടറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ പുസ്തകം അവിടെ അടിച്ചില്ല, അപ്പോൾ ഞാൻ അങ്ങനെ, അല്ലെങ്കിൽ ഇന്ന സംഘടനയുടെ നേതാവായിരുന്നു, ഞാൻ നന്നായിട്ട് എഴുതുന്ന ആളാണ്, അവരതൊന്നും സ്വീകരിക്കുന്നില്ല. അപ്പോൾ പിണറായിയുടെ ഒരു രീതി ഉണ്ടല്ലോ, ശരി ഇരിക്കട്ടെ, നോക്കാം, പറയാം. മൂപ്പരായാലും കത്ത് എഴുതിയിട്ട് നിങ്ങൾ യുക്തമായിട്ട് ചെയ്തോ, ഒന്നുമില്ല, അതിൻ്റെ എഴുതിയിട്ട് ഇങ്ങോട്ട് അയക്കും. നോക്കി നമ്മൾ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടാണ് വേണം തീരുമാനിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ മൂല്യം എന്താണ്, ഈ പുസ്തകം ആ സമയത്ത് ഇറങ്ങുന്ന പുസ്തകങ്ങളുടെ നിലവാരത്തിനൊപ്പം ഉണ്ടോ, അത് കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയാണോ അല്ലെങ്കിൽ യൂണിയൻ നേതാവ് എഴുതിയതാണോ, അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ നോക്കാൻ പാർട്ടിയും പറഞ്ഞിട്ടില്ല. നല്ല മികച്ച പുസ്തകങ്ങൾ ഇറക്കണം, അത്ര തന്നെ. അങ്ങനെയുള്ള ഒരു ശുപാർശയും വന്നിട്ടില്ല. നമ്മൾ നമ്മളെ പ്രിയപ്പെട്ട സഖാവ് നമ്മളെ G. സുധാകരൻ, അദ്ദേഹത്തിൻ്റെ ഒരു കവിത നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു പുസ്തകം കൂടെ തന്നു. നമുക്ക് അന്നേരം ഇറക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ തന്നെ മന്ത്രിയല്ലേ, പാർട്ടിയുടെ നേതാവല്ലേ, എന്താ അടിച്ചു കളയാം എന്ന് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. അദ്ദേഹത്തിനും പ്രശ്നമില്ല. നമ്മൾ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാ ഇപ്പോൾ അത് നമ്മൾ മറ്റേ പുസ്തകം അടിച്ച് വരട്ടെ സഖാവ്, അത് കഴിഞ്ഞാൽ അത് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അല്ലല്ല ഇത് അടിച്ചേ പറ്റുള്ളൂ എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരിക്കലും അങ്ങനെ ഒരു നിർബന്ധമോ അല്ല ഇടപെടലോ ഉണ്ടായിട്ട് പറ്റും. അങ്ങനെ പറയാണ്, അങ്ങനെ ഇടപെടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ ഇടപെടുമെന്ന് വിചാരിച്ച് പേടിച്ചിട്ട് ആരെങ്കിലും വന്ന് പറയുമ്പോൾ തന്നെ പുസ്തകം അടിച്ചു കൊടുത്താൽ, സുഹൃത്തല്ലേ അടിച്ചു കൊടുത്താൽ, അപ്പോൾ സ്ഥാപനം പൊളിഞ്ഞു. പാർട്ടി അറിയുന്നില്ലത്. അപ്പോൾ അതെനിക്കൊരു വലിയ പാഠമാണ്. കാരണം 11 വർഷമായിട്ടും അങ്ങനെ ഇന്നയാളുടെ പുസ്തകം അടിക്കണം എന്ന് പാർട്ടിയുടെ നേതാക്കളാരും വന്നിട്ട് അവിടെ പറഞ്ഞിട്ടുമില്ല, കത്തും തന്നിട്ടില്ല.
അതുകൊണ്ട് പലപ്പോഴും പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി തീരുമാനിച്ചിട്ടാണല്ലോ ഇവരെയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതവർ തീരുമാനിക്കും. അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ നിങ്ങൾ ആ പെശക് ചൂണ്ടിക്കാണിച്ചാൽ പരിശോധിക്കാം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ തന്നെ പുസ്തകം നല്ലതാണോ ഒന്ന് വേറൊരു കമ്മിറ്റി പരിശോധിച്ച് പറയട്ടെ. അപ്പോൾ ഇവർ നിങ്ങളുടെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ പുസ്തകം അതിന് ഒരു നിലവാരമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊരു 11 വർഷം 2016 വരെ പിന്നെ പാർട്ടിയെടുത്ത് റിക്വസ്റ്റ് ചെയ്തും ആവശ്യപ്പെട്ടിട്ടും ഒക്കെയാണ്. കാരണം കുറച്ചും കൂടി പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് മാറണം എന്ന് വിചാരിച്ചിരുന്നു. 2010 തന്നെ മാറണം എന്ന് ആലോചിച്ചിരുന്നതാണ് ഞാൻ. 2010 ഈ വീട് വെച്ചത്. 2010 തന്നെ ഒരു 11 ആകുമ്പോഴത്തേക്കും തിരിച്ചിങ്ങോട്ട് വരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അതിങ്ങനെ നീണ്ടുപോയി. അങ്ങനെ ആ ചുമതല 2016 ഒഴിഞ്ഞു. ഞാൻ നമ്മളെ സങ്കല്പത്തിലുള്ളതെന്ന് വെച്ചാൽ ആലോചിച്ചിരുന്നത് ഒരു ദിവസം ഒരു പുസ്തകം ഇറങ്ങണം എന്നുള്ളതാണ്. ഒരു വർഷം 365 പുസ്തകം ഇറങ്ങണം, ഡെയിലി ഓരോ പുസ്തകം. പക്ഷെ നമ്മൾ പിന്നെ 300 പുസ്തകം വരെ ചില സന്ദർഭങ്ങളിൽ എത്തി. ഒരു വർഷം 300 പുസ്തകം വരെ ഇറക്കുന്നത്. 250 ആവറേജ് 250 പുസ്തകങ്ങൾ എന്തായാലും ഇറക്കുമായിരുന്നു. അപ്പോൾ ഒരു 35 പുസ്തകം ഇറക്കിയിരുന്ന സമയത്തിൽ നിന്നാണ് നമ്മൾ ഈ 250-300 പുസ്തകങ്ങൾ ഇറക്കുന്ന തരത്തിൽ ആ സ്ഥാപനം വളർന്നത്. മറ്റൊന്ന്, ആ സമയത്ത് EMSൻ്റെ സമ്പൂർണ്ണ കൃതികളെല്ലാം ആ ചിന്തയിൽ നിന്നാണ് അടിച്ചുകൊണ്ട്. അതിന് പ്രത്യേക ഒരു ടീമുണ്ട്, പ്രത്യേക എഡിറ്റർ ബോർഡൊക്കെ ഉണ്ട്. ഞാൻ ചെല്ലുമ്പോൾ ഒരു 35-36 പുസ്തകങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ബാക്കി 64 വോളിയവും 2-3 വർഷത്തിനുള്ളിൽ എൻ്റെ പീരീഡിലാണ് തീർത്തത്. അത്രയ്ക്ക് സ്പീഡിൽ നമ്മൾ ചെയ്തു. അതാണ് വളരെ എക്സ്പെൻസീവാണ് താനും, ഭയങ്കര പ്രൊഡക്ഷനാണല്ലോ. അങ്ങനെ വളരെ ചിന്തയിലിരിക്കുമ്പോൾ ഒരു നല്ല കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെ എഴുത്തുകാരുമായിട്ടുള്ള വലിയ ബന്ധം, നേരത്തെ തന്നെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ എഴുത്തുകാരുമായിട്ടുള്ള സജീവമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അവരുടെ പുസ്തകം ചോദിക്കാം. പിന്നെ PG കുറേ കാര്യങ്ങൾ സഹായിക്കുമായിരുന്നു. PG ഞാനും കൂടിയൊക്കെ പുസ്തകം എഴുത്തുകാരുടെ അടുത്ത് പോയി നോക്കിയിട്ടുണ്ട്. ഞാനും ഭാസ്കരേട്ടനും കൂടി കേരളത്തിൽ അങ്ങോളം എൻ്റെ കാറിൽ പിന്നെ സഞ്ചരിച്ച് പല പാർട്ടി ഓഫീസുകളിലും പോയിട്ട് പുസ്തകത്തിൻ്റെ വരിക്കാരെ ചേർക്കാൻ വേണ്ടിയുള്ള സ്കീമിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വലിയ അനുഭവം അത് എൻ്റെ ഒരു പീരീഡിൻ്റെ പ്രത്യേക ഘട്ടമായിട്ടാണ്. ഇപ്പോൾ ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഭയങ്കര വലിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്, ISR എന്നൊക്കെ വിട്ടിട്ട് ശമ്പളത്തിലാണെന്ന്. ഞാൻ അവിടെ ഈ പിന്നെ മാനേജറാണ് ഏറ്റവും കുറച്ച് ശമ്പളം വാങ്ങിച്ചിരുന്നത്. എനിക്ക് പെൻഷന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര മതി നമ്മൾ തീരുമാനിച്ചത്. കാരണം അത്രയ്ക്ക് സാമ്പത്തിക ഒന്നുമില്ലാത്തൊരു സ്ഥാപനമാണ്, അതിനങ്ങനെ അത്ര എടുക്കാൻ പറ്റില്ല. ഞാൻ 6000 രൂപയാണ് മേടിച്ചിരുന്നത്. ചിലർ വിചാരിച്ച് 50,000 രൂപ ശമ്പളത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുകയെന്ന്. നമ്മൾ തിരുത്താനൊന്നും പറ്റില്ല. കാരണം എൻ്റെ അടുത്ത് വാങ്ങാനുണ്ട്, എനിക്ക് ചെറിയ പെൻഷനുണ്ട്, വൈഫിന് ശമ്പളമുണ്ട്. നമ്മൾക്ക് അങ്ങനെ ജീവിതം മതിയല്ലോ, അങ്ങനെ ആലോചിച്ചത്. അപ്പോൾ ഇത് നമ്മളൊരു പിന്നെ പാർട്ടി ഏൽപ്പിച്ച ഒരു വർക്ക് എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ചെയ്ത്. ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കില്ല. ആൾക്കാർ വിചാരിക്കുന്നത് പിന്നെ ഇല്ല, അതൊക്കെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, എന്തെങ്കിലും പിന്നെ ശമ്പളമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുക. അവർ വിചാരിക്കുന്നത് മനുഷ്യർ എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ അവർ എങ്ങനെ പെരുമാറും അതുപോലെ ബാക്കിയുള്ളവർ പെരുമാറും അവർ വിചാരിക്കുന്നത്. അല്ലാതെ എത്ര മനുഷ്യന്മാരുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെ മാന്യന്മാരായ ആൾക്കാരെ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. ഈ കുഴപ്പക്കാരായ ആൾക്കാർ അവിടെ ഉണ്ടാവും, അത് എല്ലാ പാർട്ടിയിലും എല്ലാവരും ഉണ്ടാവും. പക്ഷെ കണ്ടുപിടിച്ചാൽ അവർ പുറത്താവും, അത്രേ ഉള്ളൂ, നടപടി വരും. അപ്പോൾ ചിന്തയുടെ ഒരു അതുപോലെ പല ബുക്ക് സ്റ്റോളുകൾ നമ്മൾ നവീകരിച്ചു, കുറേ പുസ്തകങ്ങൾ ഉണ്ടാക്കി. പക്ഷേ എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു വലിയ ബുക്ക് ഷോപ്പ്, പക്ഷെ നല്ല പണം വേണം അതിന്. എൻ്റെ സങ്കല്പത്തിലുള്ളൊരു പുസ്തക ഷോപ്പ് ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ആളുകൾക്ക് പുസ്തകം വാങ്ങിക്കാൻ വരൽ മാത്രമല്ല, അവിടെ വന്നാൽ ഒരു കോഫി ഷോപ്പും ഒക്കെ പുസ്തകം എടുത്ത് വെറുതെ വായിക്കാനും നിൽക്കാനും വൈകുന്നേരം വന്നിട്ട് വർത്തമാനം പറയാനൊക്കെ പറ്റുന്ന കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലം. അങ്ങനെ ഒരെണ്ണം വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മളത് പറഞ്ഞാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി പാർട്ടിക്കോ അല്ലെങ്കിൽ ചിന്തക്കോ ഇല്ല. എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ ഒരെണ്ണം ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴും വിചാരിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം കേരളത്തിൽ ഇപ്പം അങ്ങനെ ഒന്നും ശരിക്കും ഇപ്പോഴും ഇല്ല. ഒന്ന് വേണ്ടതാണ് അങ്ങനെ. ഞാൻ പിന്നെ ജർമ്മനിയിൽ പോയപ്പം
എൻ്റെ ഒരു സുഹൃത്ത് അവിടെ അമൃത എന്ന് പറയുന്ന സുഹൃത്തുണ്ട് അവിടെ, ഒരു പഞ്ചാബി സുഹൃത്തുണ്ട്. അവരെന്നെയും കൂട്ടിയിട്ട് അവർ ഈ ബുക്ക് പബ്ലിഷിംഗ് രംഗത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്ക് എൻ്റെ താല്പര്യം അറിയാം, പുസ്തകത്തിലുള്ള താല്പര്യം. അപ്പോൾ അവരെന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അത് അവരുടെ നഗരമാണ്. അവരുടെ നഗരം എന്ന് പറയുന്നത് അത്ര നമ്മളൊരു നഗരമേ അല്ല, ഒരു വില്ലേജ് പോലെയാണ് അവരുടെ സ്ഥലം. വില്ലേജ് എന്ന് അവർ പറയാം. ഒബർകോഹൻ എന്നുള്ള ഒരു വില്ലേജാണ്. അവിടെ അതിൻ്റെ തൊട്ടടുത്ത ഒരു സ്ഥലത്ത് ഒരു ബുക്ക് സ്റ്റോള് നമ്മൾ പോയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. 2-3 നിലയിലുള്ളൊരു വലിയ സ്റ്റോറാണ്. അവിടെ ഒരു നിലയിൽ പുസ്തകങ്ങൾ DVD അങ്ങനെ പലതും ഉണ്ട്. ഒരു സൈഡിൽ കുട്ടികളുടെ പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സൈഡുണ്ട്. പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അവിടെ ഒരു കോഫി ഷോപ്പ് പോലെ ടേബിളൊക്കെ ഇട്ടിട്ടും കസേരയൊക്കെ ഇട്ടിട്ടും ആൾക്കാരിരുന്ന് വായിക്കുന്നു, ആൾക്കാരിരുന്ന് വർത്തമാനം പറയുന്നു. ചിലർ പുസ്തകം വായിക്കുന്നു, ചില പുസ്തകത്തെക്കുറിച്ച് വർത്തമാനം പറയുന്നു. അത് ഭയങ്കര അനുഭവമാണ്. ഫാമിലിയായിട്ട് വരുന്നു, ഒറ്റയ്ക്ക് വരുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നെ മനുഷ്യൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മാറണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്ന ചില സംഗതികളാണ്. അവിടെ വേറൊരു ലൈബ്രറി പോയപ്പോൾ അവരെന്നെ വേറൊരു ലൈബ്രറിയിൽ വിളിച്ചുകൊണ്ട്, കുട്ടികളുടെ ഒരു ലൈബ്രറി. ആ ലൈബ്രറിയിൽ പോയാലും അതിനെ കുട്ടികളുടെ ലൈബ്രറി കണ്ടാൽ നമ്മളതിനെ ആകെപ്പെടാൻ അതിശയിച്ചു പോകും. അപ്പുറത്തെ സെക്ഷൻസ്, അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, ഒപ്പം തന്നെ ഈ കഥകളൊക്കെ തന്നെ അതിൻ്റെ ഓഡിയോ സംഘങ്ങൾ കേൾക്കുന്നു. ധാരാളം ചിത്രകഥകൾ, ചുവരുകളിലൊക്കെ തന്നെ ഗംഭീരമായിട്ടുള്ള പല വരകളും കാര്യങ്ങളും. അപ്പോൾ ഏത് വായിക്കാത്ത കുട്ടിയും അവിടെ പോയിരുന്നാൽ പുസ്തകം വായിക്കും. ധാരാളം കുട്ടികൾ വരുന്നു, പുസ്തകം എടുക്കുന്നു, മാതാപിതാക്കളൊക്കെ വരുന്നു. അപ്പോൾ അതൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധ്യമാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർ വരുമല്ലോ. അതുകൊണ്ട് കൾച്ചറിൻ്റെ കൂടെ പ്രശ്നമാണ് അതൊക്കെ. അങ്ങനെ ആണ് ചിന്തയുടെ ഒരു അനുഭവ ലോകം. ചിന്തയിൽ ഞാൻ ഇറങ്ങി. ചിന്തയിൽ ഇരിക്കുമ്പോൾ തന്നെ വേറെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഫിലിം ഫെസ്റ്റിവലുകൾ ഒക്കെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ഈ ലലിൻ രാജേന്ദ്രൻ, ഇപ്പം TV ചന്ദ്രൻ, തിരുവനന്തപുരം നഗരത്തിൽ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ സ്ഥിരമായി കാണുമായിരുന്ന ആളുകളാണ് അവരൊക്കെ. ലണ്ടനൊക്കെ മിക്കവാറും ഇന്ത്യൻ കോഫി ഹൗസിൽ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം കൂടും, വർത്തമാനം പറയും, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും ഒക്കെയാണ്. അതിനു മുമ്പ് കുറച്ചും കൂടി ബാക്കിലേക്ക് പോയാൽ തിരുവനന്തപുരം നഗരത്തിൽ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരും. ഇപ്പോൾ ചിന്തരവിയൊക്കെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. പവിത്രൻ, ഇവരൊക്കെ ഒരാവശ്യത്തിന് തിരുവനന്തപുരത്തെത്തും. അപ്പോൾ TV ചന്ദ്രൻ, KP കുമാരൻ, മോഹനേട്ടൻ ഒക്കെ ഉണ്ടാവും. അവർ താമസിക്കുന്ന എല്ലാവരും വരുന്ന പറഞ്ഞാൽ എല്ലാവരും അവിടെ ചെല്ലും. അതിൻ്റെ കമ്പനി, അവരുടെ ആഘോഷങ്ങൾ, അതിൻ്റെ ഒരു സൗഹൃദം, അങ്ങനെയുള്ള ബന്ധങ്ങൾ വളരെ എന്നെ ആഹ്ലാദിപ്പിച്ചിട്ടുണ്ട് ഇത്ര ആളുകൾ. പക്ഷെ അവരെല്ലാം തന്നെ ഓരോരുത്തരായി ഇപ്പോൾ പലരും പിന്നെ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നഗരത്തോട് കുറേശ്ശെ ഇനി അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് തോന്നാത്ത വിധത്തിലേക്കുള്ള മാനസികാവസ്ഥയുണ്ട്. അവിടെ പോയാൽ ആളുകളില്ലാന്നല്ല, ധാരാളം സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും. ഞാൻ 50 വർഷം അവിടെ ജീവിച്ച ഒരാളാണ്. തിരുവനന്തപുരമാണ് എന്നെ ഞാൻ ആക്കിയത്. അങ്ങനത്തെ ആ നഗരത്തിലെ ജീവിതമാണ് എന്നെ ഞാൻ ആക്കിയത്. എൻ്റെ പരിചയങ്ങളും തിരുവനന്തപുരത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. അത്രയധികം ആളുകൾ കാണാൻ പറ്റുന്ന അത്രയും സുഹൃത്തുക്കൾ. ഇപ്പോൾ KP കുമാരൻ, മരട്ടിൻ്റെ അതിഥി എന്ന സിനിമ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടക്കനായി മാറുന്നത്. ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിഥി എന്നുള്ള സിനിമ. അതിഥി എന്ന സിനിമ പക്ഷേ മലയാളത്തിലെ ഏറ്റവും മികച്ച 10 സിനിമകളിൽ ഒരു സിനിമയായിട്ട് ഞാൻ കരുതുന്ന സിനിമയാണ്. അതിന് പകരം വെക്കാൻ സിനിമയില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അപ്പോൾ ആ സിനിമയുടെ ട്രാജഡി എന്താ വെച്ചാൽ അതിനൊരു പ്രിൻ്റ് പോലും അവശേഷിക്കുന്നില്ല. അതിൻ്റെ നെഗറ്റീവും പോയി അതിൻ്റെ പോസിറ്റീവും ഒന്നുമില്ല. ആകെ ലോകത്ത് അവശേഷിക്കുന്നത് ഗൾഫിലുള്ള ആരോ സൂക്ഷിച്ചിരുന്ന
ഒരു പഴയ VHS കാസറ്റാണ്. അതിൽ നിന്ന് എങ്ങനെയോ റെഡിയാക്കിയെടുത്ത ഒരു അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു DVD ആണ് അത് അവശേഷിക്കുന്നത്. അപ്പോൾ ഒരു ചലച്ചിത്രകാരൻ്റെ എത്ര വലിയ സങ്കടമായിരിക്കും. പുള്ളിയുടെ ഏറ്റവും മാസ്റ്റർ വർക്കാണത്. P. J. ആൻ്റണി, ഷീല, ബാലങ്ക നായർ, അങ്ങനെ കുറേ ആൾക്കാർക്ക് അഭിനയിച്ചിട്ടുള്ള P. K. മണിക്കുട്ടൻ നായർ, കൊട്ടാരക്കര, അങ്ങനൊരു സിനിമയാണ്. ആ സിനിമ മലയാളത്തിലെ പുതിയ സിനിമകളുടെ അല്ല അന്നത്തെ നവസിനിമയുടെ വഴികളിൽ നിന്ന് മാറി നടന്നിട്ടുള്ള തികച്ചും ഒരു ഇന്ത്യൻ സിനിമ തന്നെയാണ് പറയേണ്ടി വരും. മറ്റത് പലതും നമ്മുടെ സിനിമകളുടെ ഒരു പ്രശ്നം വന്നത് പലപ്പോഴും നമ്മളൊരു യൂറോപ്യൻ നിയോ റിയലിസത്തിൻ്റെ അതിൻ്റെ അതേ വഴിയിൽ തന്നെ തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ സഞ്ചരിച്ച പക്ഷേ നമ്മളൊരു ഇന്ത്യൻനെസ് ഉണ്ട്, ഒരു കേരളീയതയുണ്ട്. നമ്മൾ ലോക സിനിമയെ കാണുമ്പോൾ തന്നെ ലോക സിനിമ അതേപടി പകർത്തല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ കാഴ്ചയും, നമ്മൾ കഥ കേൾക്കുന്ന രീതി വ്യത്യസ്തമാണ്, നമ്മൾ പാട്ട് കേൾക്കുന്ന രീതി വ്യത്യസ്തമാണ്, നമ്മുടെ സാമൂഹിക ജീവിതം വളരെ വ്യത്യസ്തമാണ്, നമ്മളൊരു പഴയ പാരമ്പര്യം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇതിൽ വരും, സിനിമയിൽ വരും. ഒരു ഇടക്കാലത്ത് സിനിമയിൽ പാട്ടേ പാടില്ല എന്നാണ്. ഇവിടെ അതിഥിയിൽ ഗംഭീരമായ പാട്ടുണ്ട്, വെറുതെ അല്ല പാട്ട്. അത് ആ സിനിമയുടെ ഇമേജായി നിൽക്കുന്ന, അതിനെ സമ്പന്നമാക്കുന്ന ഒന്നായിട്ടാണ്. ആ പാട്ടുകൾ അവിടുന്ന് മാറ്റാൻ പറ്റില്ല. നമ്മൾ കട്ടക്കന് സിനിമകൾ പോലെയാണ്. കട്ടക്കന് മേഘാത്തക്കത്താനെന്ന് അതിൻ്റെ പാട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതിനൊരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള സംഗതി ഉണ്ട്, ഒരു മെലോഡ്രാമ ഉണ്ട് എന്ന് പറയും. മെലോഡ്രാമ എപ്പോഴും മോശമായിരിക്കണമെന്നില്ല. മെലോഡ്രാമ ഒന്നിനെ ഈ എൻറിച്ച് ചെയ്യാൻ ചിലപ്പോൾ പറ്റും, ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ, മനുഷ്യരുടെ വൈകാരികതയെ ഒരുപക്ഷെ ഒരു പ്രത്യേക രൂപത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ അതിന് കഴിയും. അമിതമായിട്ട് മെലോഡ്രാമയാണ് എപ്പോഴും പ്രശ്നം. അപ്പോൾ അങ്ങനെ കട്ടക്കാണ് ഇന്ത്യൻ സിനിമയിൽ സംഗീതം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആൾ. പാട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സത്യത്തിൻ്റെ പാട്ട് അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും രണ്ട് വഴിയാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു വഴി മാത്രമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ ചലച്ചിത്രകാരനും ഓരോ വഴിയാണ്. അയാൾ കാണുന്നൊരു ജീവിതം, അയാൾ അനുഭവിക്കുന്നൊരു ജീവിതം, അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതി പ്രത്യേകമായിട്ടാണ്. ഞാൻ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, അല്ല ഞാൻ ഈ ജീവിതത്തെ കാണുന്ന പോലെയല്ല നിങ്ങൾ കാണുന്നത്. അതിലൊക്കെ ചെറിയ വ്യത്യസ്തത ഉണ്ടാവും. ആ വ്യത്യസ്തതകൾ തീർച്ചയായും നമ്മുടെ സിനിമയിലും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് കുമാരേട്ടനോടൊക്കെ ഉള്ള ഏറ്റവും അടുത്ത തോന്നുന്നത്. കുമാരേട്ടന് ഇപ്പോൾ 83 വയസ്സാവുന്നു, 82 വയസ്സ് കഴിഞ്ഞു. ആ സമയത്ത് കുമാരനാശനെക്കുറിച്ചൊരു സിനിമ ഇരിക്കുകയാണ്, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗംഭീര സിനിമയാണത്. അപ്പോൾ അങ്ങനൊരു സിനിമ ആ പ്രായത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ചലച്ചിത്രകാരൻ നമ്മുടെ അടുക്ക് നിൽക്കുകയാണ്. ഗോതാർദൊക്കെ ചെയ്തിട്ടുണ്ട് 80 വയസ്സിന് ശേഷം. പക്ഷേ KP കുമാരനെ വേണ്ടത്ര നമ്മൾ ആദരിക്കുന്നില്ല. ഇപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ പോലുള്ള സിനിമ ഇന്ന് കേരളീയ സാഹചര്യത്തിൽ വളരെ പ്രധാനമുള്ളതാണ്. നമ്മുടെ പഴയ നവോത്ഥാന പാരമ്പര്യത്തിലേക്കും കുമാരനാശാൻ്റെയും നാരായണ ഗുരുവിൻ്റെയൊക്കെ സംഭാവനകളിലേക്ക് പോകേണ്ട ഒരു കാലമാണത്. അതിനെ തിരിച്ചു വിളിക്കാൻ ഓർമ്മിപ്പിക്കുന്ന സിനിമയാണത്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ ഇത്ര ആളുകൾക്ക് നമ്മുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്ത് വലയത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ലെനിൻ രാജേന്ദ്രൻ എൻ്റെ സിനിമകളും ഓരോ സിനിമകളും വേറെ വേറെ രീതിയിലാണ് വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. ലെനിൻ ഞാനൊക്കെ തമ്മിൽ ഭയങ്കര ആത്മബന്ധമുണ്ടായിരുന്ന ആൾക്കാരാണ്. അതിലൊരു ലെനിൻ്റെ ഒരു സിനിമ, അതിൻ്റെ പേര് ലെനിൻ്റെ അന്യർ എന്നുള്ള സിനിമയുണ്ട്, അന്യർ സിനിമ. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ സിനിമയുടെ സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എഡിറ്റൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ ഞാനും കൂടി എന്നെ വിളിക്കാറുണ്ട്, പോയിരിക്കും അവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടെ പോകും. അപ്പോൾ ഈ സിനിമയ്ക്ക് എന്നെ നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ സ്ക്രീനിങ്ങിനാണ് എന്നെ വിളിക്കുന്നത് ഞങ്ങളെ. അപ്പോൾ സ്ക്രീനിങ്ങിൽ ആ സിനിമയിൽ ബിജു മനോൻ്റെ ഒരു ക്യാരക്ടറാണ്. അയാൾ ഒരു സിനിമാക്കാരനാവാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് സിനിമ സംവിധാനം ചെയ്യുകയാണ്.
അപ്പോൾ അയാൾ പ്രേമിക്കുന്ന പെണ്ണ് ഒരു മുസ്ലിമാണ്, ഒരു പ്രണയവിവാഹമാണ്. അപ്പോൾ അവളൊരു കഥ പറയും ഇയാളുടെ അടുത്ത്. ആ കഥയാണ് സിനിമ. അതെന്ന് വെച്ചാൽ വർഗീയ സംഘർഷവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ഇയാൾ സിനിമയാക്കിയപ്പോൾ അത് മറ്റൊരു പറഞ്ഞ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടാണ്. ഇയാളത് സിനിമയാക്കിയപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു സവർണ ബാക്ക്ഗ്രൗണ്ടിലായി സിനിമ. അപ്പോൾ ഇയാൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ കാമുകനെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇത് സവർണതയുടെ ഒരു ഇതാണ്, ആഘോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ പറയുന്നത് ഇതൊക്കെ ആ VK ജോസഫും കൂട്ടരും കൂടി കുറേ നാളായി ഈ നാട്ടിൽ പറഞ്ഞു നടക്കുന്നതാണ്. ഈ സിനിമ എല്ലാ സിനിമയിലൊക്കെ സവർണതയാണ്, അതിന് ജാതിയാണ്, മതമാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് നീ തന്നെ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് അത് ശരിയാണെന്നുള്ള ഇപ്പം നിങ്ങളുടെ സിനിമ കാണുന്നില്ലേ എന്നാണ്. അപ്പോൾ ഈ ഡയലോഗ് ലെനിൻ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ സമയത്ത് കണ്ടാൽ മതി എന്നാണ് ലെനിൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സർപ്രൈസായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഹോണറാണത്. VK ജോസഫും കൂട്ടരും ഞാനുണ്ട്, GP രാമചന്ദ്രനുണ്ട്, കുറേ ആൾക്കാരുണ്ട്. VK ജോസഫും കുറേ പുകാസക്കാരും ഒക്കെ കൂടിയിട്ട് പറഞ്ഞുണ്ടാക്കിയ ഇതാണ്. പക്ഷേ സവർണതയുടെ ആഘോഷമായി മലയാള സിനിമ മാറി എന്നുള്ള കാര്യത്തിൽ പിൽക്കാലം തെളിയിച്ചല്ലോ. നമ്മൾ ആദ്യം എഴുതുമ്പം നമ്മളുടെ ഇടയ്ക്ക് തന്നെയുള്ള ആളുകൾ തന്നെ പറയായിരുന്നു അതൊക്കെ നിങ്ങളുടെ അമിതമായ കാഴ്ചകളാണ്. നമ്മൾ പക്ഷേ അങ്ങനെ പറഞ്ഞാൽ സിനിമ ഇമേജുകൾ വെച്ച് കളിക്കുന്ന ഒരു കലയാണ്. ആ ഇമേജുകളിൽ ഒളിച്ചു വെക്കപ്പെട്ട ആശയങ്ങളുണ്ട്. ചില നമ്മൾ ഇല്ലാതെ പോയ ചില ആചാരങ്ങൾ തിരിച്ചു കൊണ്ടുവരിക, അതിനെ ഗ്ലോറിഫൈ ചെയ്യുക. സവർണതയുടെ ആറാട്ടമായിരുന്നല്ലോ നമ്മൾ കഥാപാത്രങ്ങൾ എല്ലാം തമ്പുരാക്കന്മാരെ വന്നിട്ടുണ്ട്. ഈ തമ്പുരാക്കന്മാരുടെ സിനിമകളിലൂടെ അറിഞ്ഞോ അറിയാതെയോ അവർ വിരിച്ച ഈ കമ്പളത്തിലൂടെയാണ് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ കേരളത്തിൽ ശക്തി പ്രാപിച്ചത്. അത് ഞാൻ അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. ഇന്നിപ്പോൾ കുറേ കൂടി ആൾക്കാർ കുറേ കൂടി സ്വീകാര്യം വന്നിട്ടുണ്ട്. അത് ശരിയാണെന്ന് പറയുന്ന കൂടുതൽ എഴുത്തുകാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാരാണ് KP ജയകുമാർ ആണെങ്കിലും NP സജീഷ് ആണെങ്കിലും KC ജിതിൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ആണെങ്കിലൊക്കെ തന്നെ ആ എഴുത്തിനെ കൂടുതൽ വിപുലീകരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞാനൊക്കെ എഴുതി തുടങ്ങുമ്പം പിന്നെ അത് കഴിഞ്ഞ് GP വരുന്നു. നമ്മൾ പറഞ്ഞതിന് ഒരു പുതിയ ടീം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൊക്കെ ഉള്ള കറക്റ്റാണ്. മലയാള സിനിമയിൽ അത് മുഴുവൻ ഇപ്പോൾ അടിപടലെ പൊളിയാണ്. ആ പൊളിയുന്നതിൽ ഞാൻ വിചാരിക്കുന്നത് മലയാളത്തിലെ സിനിമാ നിരൂപണത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ ഉയർത്തിയ വലിയ കുറ്റപത്രമുണ്ട്. അത് ഒരുപാട് ആൾക്കാർ വായിക്കുന്നില്ലെങ്കിലും വായിക്കേണ്ട ആൾക്കാർ വായിക്കുകയും സിനിമക്കാർ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ രഞ്ജിത്തിൻ്റെ തിരക്കഥകളെയും അതിനൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഷാജി കലാശനെ വിമർശിച്ചിട്ടുണ്ട്. സിബി മലയിലെ ഉസ്താദ് പോലുള്ള സിനിമകൾ പറഞ്ഞിട്ടുണ്ട്. സിബിയൊക്കെയായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ സിബി വരുന്നല്ല, ഞാൻ അങ്ങനെയൊന്നും അതിനകത്ത് കണ്ടിട്ടില്ല. അങ്ങനെ തിരക്കഥ കിട്ടി. പക്ഷേ ജോസഫ് ഇങ്ങനെ പറയുമ്പോഴാണ് അങ്ങനെയും അതിനുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ശരിയാണ്, ഉസ്താദ് നോക്കിയാൽ മതിയല്ലോ. ഉസ്താദ് എന്നുള്ള സിനിമയിൽ പരമേശ്വരൻ ഭയങ്കര മാന്യനാണ്. അണ്ടർവേൾഡാണുള്ള ആൾ, നായരാണ്. അയാൾ കോയമ്പത്തൂർ പോവുകയാണ് എന്നാണ് സിനിമ പറയുന്നത്. എപ്പോഴും ചികിത്സക്കാർ തിരുമലിന് പോവുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്താണ്. അതിന് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നാട്ടിൽ വരുമ്പോൾ അയാൾ വെള്ളയാണ്. അപ്പോൾ ഇന്നസെൻ്റ് കഥാപാത്രം പറയുന്നുണ്ട്, എത്ര ഡീസൻ്റാണ് അയാൾ, വെള്ളയും പരമേശ്വരൻ. പരമേശ്വരൻ എന്നുള്ള പേര് തന്നെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ പരമേശ്വരൻ നഗരത്തിൽ, ദൂരെയുള്ള നഗരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ അത്ര ആ ഉപജാപ സംഘത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ പരമേശ്വരനല്ല, ഉസ്താദാണ്. ഉസ്താദ് ഈ നായന്മാരെയോ മേനന്മാരെയോ വിളിക്കുന്ന പേരല്ല ഉസ്താദ്. ഉസ്താദ് മുസ്ലിങ്ങളെ വിളിക്കുന്ന, അല്ലെങ്കിൽ ബോംബെയിലെ സ്ട്രീറ്റിലൊക്കെ ഉള്ള ആളുകൾ വിളിക്കുന്നതാണ് ഉസ്താദ് എന്നുള്ള പേര്. ഉസ്താദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം പരിസരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ളതാണത്. പക്ഷേ ഈ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരമേശ്വരൻ വേണ്ട, ഉസ്താദ് ആയിക്കോട്ടെ എന്നാണ്. അപ്പോൾ ഇതൊക്കെ സിനിമയ്ക്ക് അടിയിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന ആശയങ്ങളാണിത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ ചലച്ചിത്രകാരന്മാർ ധാരാളം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്നലെ വരെ നമ്മൾ കേൾക്കാത്ത
വിഷയങ്ങൾ, ശബ്ദങ്ങൾ, ജീവിതങ്ങൾ, ഭാഷ ഒക്കെ വരികയാണ്. സ്ത്രീവിരുദ്ധമായ ആശയങ്ങളുള്ള സിനിമകൾ ഞങ്ങളിൽ തിരക്കഥ എഴുതുമ്പോൾ നന്നായി ശ്രദ്ധിക്കും, ദളിത് വിരുദ്ധമാവാതെ ശ്രദ്ധിക്കുമെന്ന് തിരക്കഥാകൃത്തുക്കളും സംവിധായകരും പറയാൻ നിർബന്ധിതരായത് കേരളത്തിലെ ചലച്ചിത്ര നിരൂപകർ ഉയർത്തിയ അതിശക്തമായ ആക്രമണത്തിൻ്റെ ഭാഗമായി. മലയാള സിനിമയിൽ സവർണതയുടെ ഒരു പരിസരത്തുള്ള കഥാപാത്രങ്ങൾ ധാരാളം വന്നുകൊണ്ടിരുന്നു. 10-20 വർഷമായിട്ട് ഇറങ്ങുന്ന എല്ലാ സിനിമകളും അങ്ങനെയാണ്. അത് ഇപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കുക. കഥാപാത്രങ്ങളെല്ലാം മേൽജാതിക്കാരാണ്, എല്ലാം സവർണ പരിസരത്തുള്ളവരാണ്. അവരുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റ് ആൾക്കാരില്ല. മറ്റുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ ഗുണ്ടകളോ അല്ല കച്ചവടക്കാരോ, പിന്നെ മുസ്ലിങ്ങളാണെങ്കിൽ കള്ളക്കടത്ത്. പിന്നെ അപ്പോൾ ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ അത്ര പരിസരം ഉണ്ടാക്കിയിട്ടാണ് ന്യൂനപക്ഷ വിരുദ്ധവും ദളിത് വിരുദ്ധവുമായിട്ടുള്ള ഒരു പരിസരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭൂതകാലത്തെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഏതോ പിന്നെ അത് ധ്രുവം മുതൽ തുടങ്ങിയാണത് ആ സിനിമയൊക്കെ. പഴയ കാലത്ത് ഏതോ രാജാക്കന്മാരും അധികാരം നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇതാ പിന്നെ വീണ്ടും കേരളത്തെ രക്ഷിക്കാൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ ഇറക്കി വിട്ടത് വലിയ അബദ്ധമായിപ്പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇവരൊക്കെ അധികാരത്തിൽ നിന്ന് ഇറക്കി വിട്ട ജനാധിപത്യം ഒരു തകർന്ന പരിപാടിയില്ലേ? ഇവരൊക്കെ എത്ര ജനപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ധ്രുവത്തിലാണെങ്കിൽ മമ്മൂട്ടിയുടെ നരസംഹ മന്നാടിയ അവരുടെ കുടുംബം എന്താണ്? ഏതെങ്കിലും ഒരു പ്രജ വന്നിട്ട് ഒരു കാര്യം ഉന്നയിച്ച് പരാതി പറഞ്ഞാൽ ആ പരാതി പരിഹരിക്കുന്നതിനും വരെയും ആ രാജകുടുംബത്തിൽ ഒരാളും ജലപാനം പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിലല്ലേ നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർ. അങ്ങനെ കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തിരിച്ചു വന്നിട്ടാണ് ഇപ്പം ഇതെല്ലാം ശരിയാക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് സംഘപരിവാറും പറയുന്നത്. സംഘപരിവാറിൻ്റെ ആശയത്തിന് അവിടെ നിന്ന് ഇങ്ങോട്ട് അധികം ദൂരമില്ല. പണ്ടത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ജാതിയിലും മതത്തിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഗീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊള്ളാവുന്ന ബ്രാഹ്മണന്മാർ ഭരിച്ചു, അല്ല ക്ഷത്രിയന്മാർ ഭരിച്ചു, ബാക്കിയുള്ളവരൊക്കെ താഴെ. അതാണല്ലോ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്. അത് കൃത്യമായി സമൂഹത്തിൽ വേരോടാൻ, മനുഷ്യൻ്റെ ആശയത്തിൽ വന്നുകൊണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലാണ്. അതുപോലെ സംവരണത്തിന് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ, ചങ്ങമ്പുഴയുടെ വാഴക്കൊലയൊക്കെ തന്നെ അത് കാലഘട്ടപ്പെട്ടാണെന്ന് പറയുക. ഇപ്പം ബ്രാഹ്മണനാണ് പിന്നെ പട്ടിണി കിടക്കുന്നത്, 3-2 ബ്രാഹ്മണന്മാർ പട്ടിണി കിടക്കുന്നത് വെച്ചിട്ടാണ് ഇതിന് ജനറൽസ് ചെയ്യുന്നത്. ഇവിടെ എത്രയോ ആളുകൾ, പിന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ, ദളിതരും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളും ഒക്കെ തന്നെ മറ്റ് കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ പട്ടിണിയില്ലേ? നൂറ്റാണ്ടുകളായിട്ടൊരു പട്ടിണിയില്ലേ? അപ്പോൾ 1-2 എടുത്തിട്ട് ആ ആളുകൾ പട്ടിണി കിടക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. അവർക്ക് സംരക്ഷിക്കണം, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം, സ്വത്തൊക്കെ ഉണ്ടാവണം. പക്ഷേ അങ്ങനെയൊക്കെ വന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ പുതിയ സംവിധാനങ്ങൾ, നിങ്ങളെ ഇടതുപക്ഷ ആശയങ്ങൾ, ജനാധിപത്യ ആശയങ്ങൾ, മതേതര ആശയങ്ങൾ, അത് കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. അത്തരം ആശയങ്ങൾ നമ്മൾ മലയാള സിനിമയിൽ ധാരാളം ഇങ്ങനെ മത്സരിച്ച് വന്നുകൊണ്ടിരുന്നു. തറവാടുകൾ, വലിയ തറവാട്, വല്യേട്ടൻ, ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എല്ലാം മേനൻ, അല്ലാതെ ഏതെങ്കിലും കാണാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പരിസരത്തു നിന്ന് വിമർശനങ്ങളിലൂടെ സാമൂഹ്യ മണ്ഡലത്തിൽ ചർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ തിരക്കഥാകൃത്തുകളൊക്കെ പറയുന്നത് ഇനി ഞങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ. സ്ത്രീവിരുദ്ധ ആശയങ്ങൾ ഉണ്ടാവും. പൃഥ്വിരാജിനെ പോലെ നാട്ടം പറഞ്ഞല്ലോ, സ്ത്രീവിരുദ്ധമായ ആശയങ്ങളുള്ളത് ഞാൻ ഇനി പിന്നെ അഭിനയിക്കില്ല എന്നൊക്കെ. അപ്പം ഒരു സമൂഹ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ അത്തരം ചർച്ചകൾ ഉയർത്തിക്കൊണ്ടിരുന്നതിൽ കേരളത്തിലെ നിരൂപകർക്ക് സാധ്യമായിട്ടുണ്ട്. അത് വ്യാപകമായി വായിക്കപ്പെട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലുമൊക്കെ പല തരത്തിലുള്ള ചർച്ചകളിലൂടെ ആ സമൂഹത്തിനകത്ത് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം സിനിമയിൽ ഒളിച്ചു വെക്കപ്പെട്ട ആശയങ്ങളെ നേരത്തെ തിരിച്ചറിയുന്നത് നിരൂപകരാണ്. അത് പൊളിറ്റിക്കൽ കൺവിക്ഷനുള്ള സിനിമയുടെ ആർട്ട് ഫോമിൻ്റെ അകത്ത് മാത്രം നിൽക്കാതെ അതിൻ്റെ കണ്ടൻറ്റിനെ കൂടി ആലോചിക്കുന്ന, അത് വളരെ പോസിറ്റീവാണോ, മാനവികമാണോ, മനുഷ്യവിരുദ്ധമാണോ എന്നൊക്കെ ആലോചിക്കുന്ന അത്ര നിരൂപണ ശൈലി, എഴുത്തിന് ശൈലി, അതിന് വലിയ പങ്കുണ്ട്. സിനിമയെക്കുറിച്ച് ആർക്കും എഴുതാം, മനോഹരമാണെന്ന് പറഞ്ഞ് എഴുതാം. പക്ഷേ സിനിമയെ ഡിസെക്റ്റ് ചെയ്തിട്ട് അതിനകത്ത് ഓരോ ഇമേജുകളും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇപ്പോൾ തമാശയ്ക്ക് പല സിനിമകളിലുണ്ട് മുസ്ലിം കഥാപാത്രങ്ങളെല്ലാം പറയുമ്പോൾ ബിരിയാണി തിന്നുന്ന ബിരിയാണി കൊതി എന്ന് പറയുന്നത്.
അത് പറയാൻ തന്നെ മുസ്ലിം സമുദായത്തിനെ ഇകഴ്ത്താനാണ്. അങ്ങനെ ഒരു മുസ്ലിം സമുദായം ഇല്ലല്ലോ ഇപ്പോഴുള്ളേ. അല്ല, ബിരിയാണി അവർ മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു 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 സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് നടന്നു കയറാനുള്ള കമ്പളങ്ങൾ വിരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് സ്വീകാര്യത കിട്ടി. ആ സ്വീകാര്യത അവർക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാക്കി. കാരണം മനുഷ്യരുടെ പൊതുബോധത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ആ പൊതുബോധത്തിൽ മാറ്റം ഉണ്ടായത് വലിയ പ്രശ്നമാണ്. അങ്ങനെ ധാരാളം സിനിമകളിലെ പല അനുഭവങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ പുതിയ സിനിമകളിൽ ധാരാളം പുതിയ ചെറുപ്പക്കാർ, എനിക്കത് വളരെ ആഹ്ലാദകരമായി തോന്നില്ല, ധാരാളം പുതിയ ചെറുപ്പക്കാർ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായി പറയാവുന്നത്, പിന്നെ നിരൂപണത്തിൻ്റെ ഫലം ഉണ്ട് എന്ന് പറയുന്നത്, ഈ ബാബ കല്യാണി എന്ന് പറഞ്ഞ ഷാജി കൈലാസിൻ്റെ സിനിമ പരാജയപ്പെട്ടപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ അത് ഈ നിരൂപകരെ കൂടി പറഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് എൻ്റെ സിനിമ പരാജയപ്പെട്ടതെന്നാണ്. നമ്മൾ കേരളത്തിൽ നിരൂപകരൊക്കെ എഴുതിയ ആരാണ് സിനിമ കാണാതിരിക്കുന്നത്? ആരും ഒന്നും പോയി സിനിമ കാണാതിരിക്കില്ല. നമ്മൾ ഉയർത്തുന്ന ആശയം എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു ഇൻ്റലക്ച്വൽ തലത്തിൽ പല തലങ്ങളും ചർച്ച ചെയ്യുകയും അത് എഴുതുന്ന ആൾക്കാരും മറ്റാൾക്കാരും ശ്രദ്ധിക്കുകയും പിന്നെ പൊതുവേ പല വർത്തമാനങ്ങളൊക്കെ വരികയും ചെയ്തിട്ട് കുറേ ആളുകൾ സാംസ്കാരിക പ്രവർത്തകരൊക്കെ അത് ഏറ്റെടുക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അപ്പോൾ അവർ പോലും ഈ നിരൂപണത്തിന് വിലയുണ്ടെന്ന് വിചാരിക്കണം. നിരൂപകർക്ക് ഒറ്റപ്പെട്ട എവിടെയെങ്കിലും എഴുതി കുറച്ച് ആൾക്കാർ വായിക്കുന്നത് മാത്രമല്ല, അതിനൊരു ശക്തി ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ചില ഇളക്കങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ സിനിമയെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ സിനിമകളിൽ എല്ലാം തന്നെ പിന്നെ പുതിയ വിഷയങ്ങൾ വരുന്നുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അല്ല കുടുംബത്തിൻ്റെ സങ്കല്പത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്നലെ വരെ കേൾക്കാത്ത ശബ്ദങ്ങൾ, അല്ലെങ്കിൽ അത്ര തീമൊക്കെ വരികയാണ്. അപ്പം അത് അതേ സമയത്ത് കുറേ സിനിമകൾ പിന്നെ തിയേറ്ററുകളിൽ വരുന്ന മുഖ്യധാര സിനിമയിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് പറയുന്നുണ്ട്, ഇപ്പം നല്ല സിനിമ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്ന് പറഞ്ഞ അതിങ്ങനെ ഒരു മൗലികവാദം പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഫ്രെയിമിലുള്ള സിനിമ മാത്രമാണ് നല്ല സിനിമ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ നല്ല സിനിമയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ നല്ല സിനിമ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ തലത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല. ഈ നല്ല സിനിമയുടെ കൺസെപ്റ്റ് പുതിയ സംവിധായകർ, വളരെ പോപ്പുലറായിട്ടുള്ള സിനിമയുടെ തിയേറ്ററിലെത്തുന്ന ആളുകൾ അവരുടെ സിനിമയിൽ ക്രാഫ്റ്റിൽ മാറ്റം വരണം, തീമിൽ മാറ്റം വരണം. അങ്ങനെ വരുന്നതിനെ തിയേറ്ററിൽ വിജയകരമായി ഓടി എന്നുള്ള കാരണം മാത്രം അതിനെ തള്ളാൻ പാടില്ല. അതൊരു പ്രധാന സംവാദ വിഷയമാണ്. ഒരു 2 വർഷം മുമ്പുള്ള IFFKയിലെ സിനിമ സെലക്ട് ചെയ്തപ്പോൾ പിന്നെ ഈ തിയേറ്ററിൽ ഓടിയ 2-3 സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വലിയ വിവാദമായിരുന്നു. ഞാനും ചന്ദ്രനൊക്കെയാണ്, TV ചന്ദ്രനൊക്കെ അതിൻ്റെ കമ്മിറ്റി ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ തെറി കേട്ടു അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പറയുന്നത് ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ പിന്നെ മുഖ്യധാര സിനിമയും കൂടി നവീകരിക്കാനാണ്. മുഖ്യധാര സിനിമയുടെ ക്രാഫ്റ്റ് മാറുന്നു, അതിൻ്റെ തീം മാറുന്നു. ധാരാളം പുതിയ പ്രതീക്ഷയുള്ള ചെറുപ്പക്കാർ സിനിമ എടുക്കുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റ് സിനിമ എടുക്കുന്നവരുണ്ട്, വലിയ ബഡ്ജറ്റ് സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും സ്പേസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ചലച്ചിത്ര നിർമ്മാണത്തിന് ഇപ്പോൾ സ്ത്രീകൾ ആണ് ഇതിനകത്ത് തീരെ ഇല്ലാത്തത്. ദളിത് ആൾക്കാർക്ക് പിന്നെ അവസരമില്ല. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ ആൾക്കാർക്കും സിനിമ എടുക്കാനും സ്ത്രീകൾക്കും എന്നുവെച്ചാൽ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട, ഇതുവരെ സന്ദർഭമില്ലാതിരുന്ന മനുഷ്യർക്ക്, അതിലെ കലാകാരന്മാർക്ക് അവസരം ഉണ്ടാക്കുകയാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ 2 വർഷമായിട്ട് പിന്നെ 3 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ ആദ്യം ഉണ്ടാക്കിയ 2 സിനിമകളാണ്. ഒന്ന് മിനിയുടെ ഡൈവേഴ്സ്, പിന്നെ നിഷിദ്ധോ അവരുടെ പേര് നിഷിദ്ധമാണെങ്കിൽ IFFKയിൽ FFSA KR മോഹനൻ അവാർഡ് കിട്ടിയതാണ്. 2 പടങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഷെയർ ചെയ്തു. ഒന്ന് കാശ്മീരിനെ കുറിച്ചുള്ളൊരു പടവും നിഷിദ്ധയും. പിന്നെ സംസ്ഥാന അവാർഡും കിട്ടി. അപ്പോൾ ഗവൺമെൻറ് തീരുമാനം ശരിയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്.
അതിൽ പക്ഷേ നമുക്ക് വെക്കാനുള്ള നിർദ്ദേശം എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനൊക്കെ പറയാൻ പറ്റുന്നത്, നമ്മൾ പല ഗ്രൂപ്പിലും പറയുന്നത് 1.5 കോടി രൂപ പിന്നെ അത് കൂടിയ എമൗണ്ടാണെന്ന് നമ്മൾ പറയുന്നില്ല. എങ്കിലും പുതുതായി ആദ്യം സിനിമ എടുക്കാൻ വരുന്ന കുറേ ആൾക്കാർക്ക് അതിൻ്റെ എണ്ണം കൂട്ടാമെന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ചും കൂടി കുറഞ്ഞിട്ട് 1.5 കോടിക്ക് വരും പല 30 ലക്ഷമോ 50 ലക്ഷമോ കൊടുക്കുന്നു വിചാരിക്കാം. അല്ല ചിലരൊക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം IFFKയിലൊക്കെ വന്ന ചില പടങ്ങളൊക്കെ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാക്കിയ പടങ്ങളാണ്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും അടുത്ത് പടങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ പടങ്ങളെടുത്ത് ആൾക്കാർ വരട്ടെ. അപ്പോൾ 20 ലക്ഷം കൊടുക്കുക, സിനിമ ഉണ്ടാക്കട്ടെ, ബാക്കി പൈസ അവരുണ്ടാക്കട്ടെ. അപ്പോൾ വലിയ ഒരു എല്ലാ സംവിധായകൻ്റെ ആഗ്രഹം വലിയ ബഡ്ജറ്റ് സിനിമ വേണമെന്നാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ നല്ല സിനിമയുടെ ഒരു വഴി ഒരുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കഴിവുള്ള കൂടുതൽ ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുന്നതിന് കുറച്ചും കൂടി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ ഈ 3 കോടി എന്നുള്ളത് ഗാനങ്ങളിൽ ഇപ്പോൾ 2 പേർക്ക് പ്രത്യേക കാറ്റഗറി എടുത്തിട്ട് 1.5 കോടിയോ അല്ലെങ്കിൽ പുതിയ ഈ വേറെ സ്കീമും കൂടി തുടങ്ങേണ്ടി വരും ഒരു സഹായം എന്നുള്ള നിലയിൽ. ആ തരത്തിലൊരു സിനിമകളുടെ എണ്ണം കൂട്ടാൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും ആ തീരുമാനങ്ങൾ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നല്ലതായിരിക്കും, കൂടുതൽ ആൾക്കാർക്ക് അവസരം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മലയാള സിനിമയിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എല്ലാം ചീത്തയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ സെയ്ദ് മിർസ ആയിരുന്നു ഇപ്രാവശ്യത്തെ പിന്നെ ജൂറി ചെയർമാൻ. സെയ്ദ് മിർസ നമ്മളടുത്ത് പറഞ്ഞത് മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ, അയാൾ സിനിമയെ നന്നായി ഫോളോ ചെയ്യുന്നതാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല പോസിറ്റീവായിട്ടുള്ള. അതിൻ്റെ അർത്ഥം ഇപ്പം മലയാള സിനിമ എല്ലാം നന്നായി പോയോ എന്ന് നിങ്ങൾ പറയുന്ന പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞെടുക്കണ്ട. പക്ഷേ മലയാള സിനിമയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, സ്ത്രീകൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, സ്ത്രീകളുടെ പീഡനങ്ങൾക്ക് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, സ്ത്രീവിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ എല്ലാ സ്ഥലങ്ങളിലും സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, ദളിത് വിരുദ്ധമായ ആശയങ്ങൾക്കെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു, ന്യൂനപക്ഷ വിരുദ്ധമായ ആശയങ്ങളെ എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തരത്തിൽ അതൊക്കെ സൂക്ഷിച്ചിട്ട് വ്യത്യസ്തമായുള്ള ആശയങ്ങൾ പുതിയ ചെറുപ്പക്കാർ പിന്നെ അതിൻ്റെ ക്യാമറ ഉപയോഗിക്കുന്നതിലും അതിൻ്റെ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതിലും ഒക്കെ തന്നെ നല്ല രീതിയിലാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുറേ പേരെങ്കിലും, എല്ലാവരും എന്നല്ല പറയുന്നത്. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് നല്ല സിനിമയുടെ വളർച്ചയിൽ, കാരണം തിയേറ്ററിൽ കാണുന്ന സിനിമയിൽ മാറ്റം വരുന്നുണ്ട്, നല്ലതാണ്. വെറുതെ ഇപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ മാടമ്പി അല്ലെങ്കിൽ മറ്റേ നരസിംഹം എന്നൊക്കെ പറഞ്ഞാൽ അത്ര സിനിമകൾ മാത്രമല്ലല്ലോ സിനിമ. അപ്പോൾ ആ മാറ്റം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് തീർച്ചയായും മലയാള സിനിമയ്ക്ക് പിന്നെ ഗുണം ചെയ്യും. പുതിയ ചെറുപ്പക്കാർ, പുതിയ വാഗ്ദാനങ്ങൾ ഒക്കെയാണ് അവർ തീർച്ചയായിട്ടും.